അമ്മേ, ഈ ഫിഷിങ് എന്തുവാ? മീൻ പിരിച്ചാലോ? മീൻ വെള്ളത്തിൽ കൂടെ സുഖമാകത്ത് പോകത്ത്, എന്തിനായൊക്കെ അവിടെ പിരിക്കുന്നേ? എടാ, മീനെ പിടിക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. അമ്മ ഫിഷിങ്ങിനെ പറ്റി ക്ലാസ് എടുക്കാറില്ലേ? ആ ഫിഷിങ്ങിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. എന്താ അമ്മ അത്? ആക്ച്വലി ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്ന പോലെ തന്നെയാണ്. എങ്ങനെയാണ് മീനെ പിടിക്കുക? ഈ ചൂണ്ടയുടെ അറ്റത്ത് ഒരു ഇരയെ കൊളുത്തിയിട്ടിട്ട് എന്ത് ചെയ്യും? അതിനെ വെച്ചിട്ട് മീനെ അട്രാക്ട് ചെയ്ത് മീനെ അങ്ങ് പിടിച്ചെടുക്കും അല്ലേ? ഇതുപോലെ തന്നെയാണ്. ഇതൊരു സൈബർ ക്രൈമാണ്. ഓക്കെ, ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് കുറേ അറ്റാക്കേഴ്സ് അവർ ചെയ്യുന്ന ഒരു സൈബർ ക്രൈം മെത്തേഡാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അവരെന്താ ചെയ്യാന്നറിയോ? ഫേക്ക് ഇമെയിൽ, അതുപോലെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് അവർ മെയിൽ വഴി മെസ്സേജ് വഴിയൊക്കെ അത് ഒറിജിനലാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്തുനിന്ന് നമ്മുടെ പേഴ്സണൽ ഡേറ്റയൊക്കെ അവർ, നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റയൊക്കെ അവർ കളക്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് മെയിലൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒറിജിനൽ ആണെന്ന്. എന്നിട്ട് അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, നമ്മുടെ OTP ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് വാങ്ങിയെടുക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒറിജിനലായിട്ട് തന്നെ, അത് ഒഫീഷ്യലായിട്ട് തന്നെയുള്ള വെബ്സൈറ്റ് ആണെന്നൊക്കെ ആയിരിക്കും നമുക്ക് തോന്നും. എനിക്കും പേഴ്സണലി ഇതുപോലത്തെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. ഒരു തവണ ബാങ്കിൽ നിന്നാന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു, നമ്മൾ കോൾ ചെയ്തു. അപ്പോൾ നമുക്ക് മെസ്സേജ് കണ്ട ഒറിജിനലി നമുക്ക് ബാങ്കിൽ നിന്ന് വരുന്ന അതേപോലെയാണ് മെസ്സേജ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. എന്നിട്ട് നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ശ്രമം നടത്തി. OTP ചോദിച്ചു. OTP കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ATM കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോഴും നമ്മുടെ ചുറ്റും പല അറ്റാക്കേഴ്സും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഫിഷിങ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ചുറ്റും ഇതുപോലെ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ഒരു മെയിൽ ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, അത് ഫേക്കാണോ എന്ന് നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് വിശ്വസിക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷനും ആർക്കും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ OTP, നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, സോ ഫിഷിംഗ് ക്ലിയർ ആണല്ലോ? ഈ വാക്ക് മറക്കരുത്. നിങ്ങൾക്ക് ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ. ബൈ.